ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യൂദ എഴുതിയ ലേഖനം 25 വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യൂദ എഴുതിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരുവന് കർത്താവിനെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും എന്നുള്ള വസ്തുത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. യൂദ എഴുതിയ ലേഖനത്തെ അധികരിച്ചുള്ള 166 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുവാൻ തീരുമാനമെടുക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്ത ഒരുവൻ്റെ ആരാധന ദൈവത്തിന് സ്വീകാര്യവുമല്ല എന്നുള്ള വസ്തുതയും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ജീവിതത്തിൽ പാപങ്ങളെ വിട്ടുകളയാതെ പാപത്തിൽ തുടർന്നുകൊണ്ട് ഞാൻ ആരാധിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കും എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തികച്ചും വ്യർത്ഥമാണ് എന്നുള്ളത് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നെ ആരാധിക്കുവാൻ വന്ന ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്ന വസ്തുതയിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുപോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്ക് കടക്കാം. 19 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇവിടെ സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ സഭയോട് അരുളി ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും കർത്താവിന് വിട്ടുവീഴ്ച കൂടാതെ പറയാനുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുന്നവർ വിശുദ്ധിയോടെ തങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ചരിത്രവും അതേ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ കനാനിലേക്ക് ആത്മീക ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നാൽ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിൽക്കുകയാണ്. ബുക്ക് ഓഫ് അഡോറേഷൻ, ബുക്ക് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ പുസ്തകമായിട്ട് ലേവ്യ പുസ്തകത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ലേവ്യ പുസ്തകത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഇസ്രായേൽ ജനത്തോട്, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും ആവർത്തിച്ച് പലവട്ടം കർത്താവ് ഓർമ്മിപ്പിക്കുന്ന വസ്തുതയാണ് നാം വായിച്ചു കേട്ടത്. അവിടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭയിലെ എല്ലാവർക്കും ബാധകമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അർത്ഥാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം ആരാണ്? ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ ദൈവജനം അവരവരെ ക്രമീകരിക്കേണ്ടതിന് മറക്കുവാൻ പാടില്ലാത്ത ദൈവത്തിൻ്റെ കൽപ്പന, ഓർമ്മപ്പെടുത്തൽ എന്താണ്? ദൈവം
വിശുദ്ധനാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ അർത്ഥാൽ ഇസ്രായേലേ, നിന്റെ മേൽ ഞാൻ എൻ്റെ നാമം വച്ചിരിക്കുന്നു. മറ്റെല്ലാ ജാതികളിൽ നിന്നും വ്യത്യസ്തമായി നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ പുതിയ നിയമസഭയോടും കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിന്നുള്ള മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളെ ഞാൻ ആക്കി വച്ചിരിക്കുന്നു. പുത്രൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുമ്പോൾ ദൈവത്തിന് ദൈവസഭയിലെ ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശമുണ്ട്. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായിട്ടാണ് ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നത്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് വിശുദ്ധനാണ് എന്നുള്ളതാണ്. അതിവിശുദ്ധനായ ദൈവം, പാപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദൈവം, പാപം ഇല്ലാത്ത ദൈവം, പാപവുമായിട്ട് ഒരു തരത്തിലും ഒരു കാര്യത്തിലും യാതൊരു സംബന്ധവുമില്ലാതെ അതിവിശുദ്ധനായ ദൈവം. അവിടുന്ന് വിശുദ്ധിയുടെ പര്യായമാണ്. അവിടുന്ന് വിശുദ്ധിയിൽ തികവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാ, ഞാൻ വിശുദ്ധനാണ് എന്ന് നിങ്ങൾ എന്നെ ആരാധിക്കുവാൻ വരുമ്പോൾ ഓർത്തുകൊള്ളണം. തന്നെയുമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവജനം ഈ കാര്യം ഓർക്കണം. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാണ്. നമ്മുടെ കർത്താവിനെ പോലെ വിശുദ്ധിയിൽ തികഞ്ഞ മറ്റാരുമില്ല. അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ കർത്താവിനെ ഞാൻ അതിവിശുദ്ധനായി തന്നെ മനസ്സിലാക്കണം. അത് തന്നെയുമല്ല, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? അതും അവിടെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമ്മളോട് കർത്താവ് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഇസ്രായേൽ സഭയോട് പറഞ്ഞ അതേ വിഷയം ആവർത്തിക്കുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കാൻ വരുമ്പോൾ, നിങ്ങൾ എന്നെ സേവിക്കുവാൻ വരുമ്പോൾ, എനിക്കായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തീരുമാനം ഒന്നുകൂടെ പുതുക്കാനുള്ള, വീണ്ടും സമർപ്പിക്കുവാനുള്ള സമയമാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം വിശുദ്ധിയിൽ തികയുന്നവരായി തീരാനാണ്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരികെ വരാം. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങളോടും വിട പറഞ്ഞ് ആ വിശുദ്ധനായ ദൈവത്തെ അതിവിശുദ്ധിയിൽ കാണുവാൻ, ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ, നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ നടന്നു തീർക്കുവാൻ നമുക്ക് ഒത്തിരി ദൈവകൃപയ്ക്കായി യാചിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുവാൻ കഴിയാതെ, കർത്താവിനെ അറിയാതെ ജീവിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, യേശുക്രിസ്തു അടക്കപ്പെട്ടത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അവിടുന്ന് വീണ്ടും വരാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എൻ്റെ രക്ഷയോട് ബന്ധപ്പെട്ടിട്ടാണ്. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നൊരു വസ്തുതയുണ്ട്. അല്ലയോ മകനെ, അല്ലയോ മകളെ, നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്താനാ ഞാൻ എൻ്റെ പ്രാണനെ കൊടുത്തത്. എൻ്റെ രക്തത്താൽ നിനക്ക് വിശുദ്ധി സാധ്യമാണ്. നിൻ്റെ എല്ലാ പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് നിന്നെ എൻ്റെ മുൻപാകെ വിശുദ്ധനാക്കി നിർത്തി. തന്നെയുമല്ല, എന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും എനിക്ക് മനസ്സുണ്ട്. എത്ര പേർക്ക് ജീവിതത്തിൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുവാൻ, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കേണ്ടതിന് ക്രിസ്തു ഒരുക്കിയ ക്രൂശിലെ മരണത്തിൽ വിശ്വസിപ്പാൻ, അവിടുന്ന് ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിപ്പാൻ, വാഗൊണ്ട് ഏറ്റുപറയുവാൻ മനസ്സുണ്ട്. ഈ വലിയ ചിന്തയും നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ സമാപ്തി കുറിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.